വേമ്പനാട്ട് കായലിന് നടുവിലായി ഒരു കൊച്ചു സുന്ദരി. കൊച്ചിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദ്വീപായ കടമക്കുടിയിലേക്ക് എത്താം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈ കാണുന്ന കടമക്കുടിയുടെ ദൃശ്യങ്ങൾ ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ചിരിക്കുന്നത്. ചെമ്മീൻകെട്ടുകളും കായൽ ഞണ്ടും പൊക്കാളിപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ മതിവരാതെ നടക്കാനുള്ള ഒരുപാട് ഇടങ്ങൾ. അങ്ങനെ ബോട്ട് യാത്ര ഉൾപ്പെടെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചകൾ ഏറെയുണ്ട് കടമക്കുടിയിൽ. കാഴ്ചയ്ക്ക് നമുക്ക് വരുവാണെങ്കിൽ ഒരു വെറൈറ്റി സ്ഥലമാണ്. ഈ വെള്ളവും ഇവിടുത്തെ വാഗ്വേയും ഫാമിലി ആയിട്ടാണെങ്കിലും വരാൻ പറ്റിയ സ്ഥലമാണ്. ആനന്ദ് മഹീന്ദ്ര പറഞ്ഞ പോലെ തന്നെ ഭൂമിയിലെ ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്. ഈ ആംബിയൻസ് ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടുത്തെ വെള്ളക്കെട്ടും നല്ല പെട്ടെന്ന് ഒരാൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട്, സൂപ്പർ സ്ഥലമൊക്കെയാണ്. ചെറുതും വലുതുമായ 14ഓളം ദ്വീപുകളുണ്ട് തൊട്ടടുത്തടുത്തായി. പിഴല, കോതാട്, അങ്ങനെ പലതും. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ദൈ കാണുന്ന കടമക്കുടി തന്നെയാണ്. ആളുകൾ ഒരുപാട് എത്തുന്നതും ഇവിടേക്കാണ്. ഭക്ഷണപ്രേമികൾക്കും ഒരുപാട് പ്രിയപ്പെട്ട ഇടമാണ് കടമക്കുടി. ഒരുപാട് കടമക്കുടിയുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാനും ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. കടമക്കുടിയാകെ ചുവപ്പ് നിറത്തിലായെത്തുന്ന കടമക്കുടിയിലെ അസ്തമയ കാഴ്ചകൾ കാണാനാണ് ആസ്വാദകർ ഏറെ എത്തുന്നത്. ആനന്ദ് മഹീന്ദ്ര ഡിസംബറിൽ എത്തുമ്പോൾ കടമക്കുടിയിൽ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് അതുതന്നെയായിരിക്കും. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കൊച്ചിയിലേക്ക് സ്വാഗതമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കടമക്കുടി സ്റ്റാറായി കഴിഞ്ഞു. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം കടമക്കുടിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.